ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട കേസിലെ പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്ക് നേരെ പ്രതിഷേധിച്ചതിന് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം ആലപ്പുഴയിൽ മർദ്ദിച്ച കേസിലെ 5 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് സെഷൻസ് കോടതി ഇന്ന് വിധി പറയുക. വിവരങ്ങളുമായി സുധീഷ് ഗോപ ചേർന്നു. സുധീഷ്, എപ്പോഴാണ് ഈ ജാമ്യ ഹർജിയിൽ വിധി ഉണ്ടാവുക? നമുക്കറിയാം, വിവാദമായ രക്ഷാപ്രവർത്തന കേസ്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ള ആ സംഭവം, പ്രത്യേകിച്ചും പ്രതിഷേധിക്കാൻ എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്നത്തെ സുരക്ഷാ സംഘം ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ കേസിന്മേലാണല്ലോ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത്. കൂടുതൽ വരിക. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിന്റെ വിധി പ്രക്ഷേപം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അത് ഓപ്പൺ കോർട്ടിലാവില്ല, ഇത് അപ്ലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അത് സംബന്ധിച്ച് ജഡ്ജി എന്ത് തന്നെ ആയാലും ആലപ്പുഴ ജില്ലാ സെഷൻസ് ജഡ്ജി അതിൽ തീരുമാനമെടുത്ത് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാവുന്നത്. ഇത് തന്നെയായാലും ഉച്ചയ്ക്ക് ബെഞ്ച് ഊണിന് പിരിയുന്നതിന് മുൻപായി അപ്ലോഡ് ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കേസുമായി ബന്ധപ്പെട്ട് 5 പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഒരുമിച്ചാണ് ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചത്. അതിന്റെ വിധി പ്രഖ്യാപനമാണ് ഇന്ന് ഉണ്ടാവുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിലുള്ള കാരണത്തെ സംബന്ധിച്ചും വലിയ തർക്കം നടന്നു. അതിൽ വാദിഭാഗം വാദിച്ചത് അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ തൃപ്തിപ്പെടുത്താനും ഈ നവകേരള യാത്രയ്ക്ക് എതിരായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുമാണെന്നതായിരുന്നു വാദം. എന്നാൽ അവർ കൃത്യനിർവഹണം നടത്തുക മാത്രമാണ് ചെയ്തതെന്ന് പ്രതിഭാഗവും വാദിച്ചു. ഇതിന്മേലാണ് വിവിധ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പരിശോധിച്ചിരുന്നു. അതിൽ ഉപയോഗിച്ച ആയുധം എന്താണെന്നുള്ളതും അത് ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ട ശേഷമാണ് ഗൺമാന്മാർ ഇത്തരത്തിൽ മർദ്ദിച്ചതെന്ന വാദം, അതെല്ലാം തന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ച് കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാവും ഇന്ന് വിധി പ്രഖ്യാപനം ഉണ്ടാവുക. വ്യക്തമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരാണ് അവിടെ ആലപ്പുഴയിൽ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടെത്തിയ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചത്. ആ കേസിന്മേലാണ് ഇപ്പോൾ ഈ 5 പ്രതികളും മുൻകൂർ ജാമ്യത്തിന് ഇപ്പോൾ ഹർജി നൽകിയിട്ടുള്ളത്. ആ ഹർജിയിലാണ് അല്പസമയത്തിനകം കോടതി തീരുമാനമെടുക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ.